സ്വാധ്യായ ഡെയിലി വിസ്ഡത്തിലേക്ക് സ്വാഗതം. മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ പരിഹാരം നിർദ്ദേശിക്കുവാൻ എളുപ്പമാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ പലപ്പോഴും നാം പരിഹാരം നിർദ്ദേശിക്കാറുണ്ട്. ഉദാഹരണമായി, നമ്മുടെ സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും ATM കാർഡ് കളഞ്ഞുപോയി എങ്കിൽ നാം അവരോടൊരു പക്ഷേ പറയും, ഓക്കെ, ഇനി നിനക്ക് ബാങ്കിൽ വിളിച്ച് അത് ബ്ലോക്ക് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ചില സൊല്യൂഷൻസ് നമ്മൾ നൽകിയെന്ന് വരാം. എന്നാൽ അതേസമയം അതേ അവസ്ഥ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നാം വളരെ ആകാംക്ഷഭരിതരാകുകയും എന്ത് ചെയ്യണമെന്ന് ധാരണയില്ലാതെ ആവുകയും ചെയ്യാറുണ്ട്. പലരുടെ അവസ്ഥയുമാണ്, എല്ലാവർക്കും ഇങ്ങനെ ആകണമെന്നില്ല. അതുപോലെ ഉദാഹരണമായിട്ട്, നമ്മുടെ ആരുടെയെങ്കിലും സുഹൃത്തുക്കളുടെ വളരെ അടുത്ത ആളുകൾ മരണപ്പെടുമ്പോൾ നാം അവരെ ചെന്ന് ആശ്വസിപ്പിക്കാനും ശ്രമിക്കാറുണ്ട്. മരണമെന്നത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞു. എന്നാൽ അതേ അവസ്ഥ നമുക്കുണ്ടാകുമ്പോൾ നമ്മെ ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് ആശ്വാസം ലഭിക്കണമെന്നില്ല. മറ്റുള്ളവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിന് ഉപദേശം കൊടുക്കാൻ എളുപ്പമാണ്. കാരണം അത് നമ്മുടെ പ്രശ്നമല്ലാത്തത് കൊണ്ടാണ്. നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നാം വൈകാരികമായിട്ടാണ് അതിനെ നേരിടുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ പ്രശ്നമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പരിഹാരം കണ്ടെത്തുക അത്ര എളുപ്പമാകണമെന്നില്ല. നാം വൈകാരികമായി അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർക്ക് നമുക്ക് പരിഹാരം ഉപദേശിച്ചു കൊടുക്കാൻ എളുപ്പമാകുന്നത് നമുക്ക് വൈകാരികമായിട്ടുള്ള ബന്ധം അതുമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൂടാതെ ആ പ്രശ്നത്തിൻ്റെ പൂർണ്ണമായ അറിവും നമുക്കുണ്ടാവുകയില്ല. ഇനി മുതൽ എപ്പോഴെങ്കിലുമൊക്കെ നാം മറ്റുള്ളവർക്ക് പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ നാം ഒന്ന് സ്വയം ചോദിക്കുക, ഇതേ പ്രശ്നം എനിക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാകുമോ പെരുമാറുക എന്ന്. അത് ചിലപ്പോൾ നമുക്ക് ചില ഉൾക്കാഴ്ചകൾ നൽകിയെന്ന് വരാം. താങ്ക് യു ഓൾ.